ഹായ് ഫ്രണ്ട്സ്, നല്ല മോഡൽ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ അതിൻ്റെ ബേസ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. നല്ല ബേസ് കിട്ടിയാൽ ഏത് മോഡൽ ബ്ലൗസ് കണ്ടാലും ഏത് രീതിയിലാണ് കട്ടിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടക്കിനെ പറ്റിയും ബ്ലൗസിൻ്റെ ബസ്റ്റ് കപ്പിനെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത്. ടക്കിനെ പറ്റി ഒരു ധാരണ കിട്ടിയാൽ ഏത് മെത്തേഡ് കണ്ടാലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിക്കാവും. മൂന്നാമത്തെ പാർട്ടിൽ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ്. അപ്പം ഇതിന് മുമ്പിലത്തെ പാർട്ടുകൾ കാണാത്തവർ അത് കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബസ്റ്റ് പാഡ് കട്ട് ചെയ്തിട്ട് അത് തയ്ച്ച് നോക്കിയോ? അപ്പോൾ ഇത് ബസ്റ്റ് പാഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് തുണിയിൽ കട്ട് ചെയ്ത് ചെയ്യുന്ന വിധം പറഞ്ഞായിരുന്നു. അപ്പം ആ രീതിയിൽ കട്ട് ചെയ്ത് തയ്ച്ചതാണിത്. ഇത് ബസ്റ്റ് പാഡ് ജോയിൻ ചെയ്തിട്ട് തുണിയിൽ വരച്ചിട്ട് കട്ട് ചെയ്തതാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മുടെ പേപ്പർ പാറ്റേണിലുള്ള മെഷർമെൻറ്റ്സ് അനുസരിച്ച് ഒരു ഇതുപോലെ ഒരു ബസ്റ്റ് പാഡ് നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇപ്പം നമ്മുടെ ഈ പേപ്പർ പാറ്റേണിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പർ ബസ്റ്റ് 35, ബസ്റ്റ് 36, വേസ്റ്റ് 32. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് വേസ്റ്റ് ബാലൻസ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അണ്ടർ വേസ്റ്റിൻ്റെ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഈ 6 ഇഞ്ചിൽ ഞാൻ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്കൊരു ലൈൻ വെച്ച് സെൻറ്റർ പോയിന്റിൽ വെക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ പോയിൻ്റ് ഈ ലൈൻ ഫസ്റ്റ് ലൈൻ ഇങ്ങനെ കറക്റ്റ് കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോയിൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്താം. ഇവിടെ ഈ 1.5 ഇഞ്ചിൻ്റെ പോയിൻ്റ് ഞാനിവിടെ പോയിൻ്റ് ചെയ്യണതാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ അപ്പർ ചെസ്റ്റിൻ്റെ ഈ ഇവിടുത്തെ പോയിൻറ്റും അടയാളപ്പെടുത്തണതാണ്. അടുത്തത് സെൻറ്റർ ടക്കിൻ്റെയും പോയിൻ്റ് അടയാളപ്പെടുത്തണതാണ്. ഇത് സൈഡ് ഡാർട്ട്. അപ്പോൾ നമുക്കിവിടെ ഈ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തി, പക്ഷേ ഈ ടക്ക് നമുക്ക് വേണ്ട. അപ്പം നമുക്കതിന് ഈ മെഷർമെൻറ്റ്സിൽ ഇതിന് വേണ്ടെന്ന് പറയണത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഈ ടക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ടക്ക് അല്പം കൂടി അകന്നിട്ടുണ്ട്, 4 ഇഞ്ച്, 4 ഇഞ്ചല്ല, അപ്പോൾ ഇവിടെ 4 ഇഞ്ചോളം അകന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു ഈ ഭാഗം പ്ലെയിൻ ആയിട്ട് കിടക്കണം തുണി വെക്കുമ്പോഴേക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് താഴ്ത്തി നമുക്ക് പോയിൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഈ പോയിന്റിലേക്ക് ഇത് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കണം.
അതുപോലെ തന്നെ ഇവിടെ നിന്ന് സെൻറ്ററിലേക്ക് ഒരു ലൈൻ കൊടുക്കാം. ഇവിടുത്തെ നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് നീക്കിയിട്ട് വേണം നമുക്ക് ഈ പോയിന്റ് വരയ്ക്കാൻ. 1.5 അല്ല, 1 ഇഞ്ച്, 1.25 ഇഞ്ച്. ഇത് പോയിന്റ്, ഇതിൻ്റെ പോയിന്റിൽ കണ്ടിട്ട് ഇവിടെ നിന്ന് വേണം നമുക്കിത് പോയിന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്. ഓക്കെ, ഈ 1.5 ഇഞ്ച് എങ്ങനെ കിട്ടിയത്? അപ്പോൾ ഈ പോയിന്റുകൾ തമ്മിൽ വെച്ച് നോക്കിയപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ഈ പോയിന്റ് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ പോയിന്റും കൂടി ആം ഹോൾ കർവ്. ആദ്യം നമുക്ക് ലൈൻ വരക്കാം. ഇവിടെ നിന്ന് നമ്മൾ രണ്ടാമത് 4 ഇഞ്ചും കൂടി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ആ പോയിന്റ് വരെ അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഈ കർവ് ഉപയോഗിച്ചിട്ട് ഒന്ന് 1.5 ഇഞ്ച് ഒരു ഷേപ്പ് കൊടുക്കുക. ജസ്റ്റ് ഒരു ഷേപ്പ്, അതായത് ഈ പോയിന്റ് മുട്ടത്തക്ക വിധം, ഈ പോയിന്റ് മുട്ടത്തക്ക വിധത്തിൽ ഒരു ഷേപ്പ്. ഇവിടെ അതുപോലെ തന്നെ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇപ്പം ഞാൻ ഈ പേപ്പറിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 3 വശങ്ങളും കട്ട് ചെയ്ത്. ഓക്കെ, ഇനി ഞാനത് ഇതേപോലെ തന്നെ ഒരു തുണിയിൽ, ഇത് മല്ലിൻ്റെ തുണിയാണ്. അപ്പം ഈ തുണി 2 തുണി കട്ട് ചെയ്തിട്ട് ഫ്യൂസിങ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം ഇതിൽ ഞാനിത് അടയാളപ്പെടുത്തിയിട്ട് ഈ തുണിയെയാണ് നമ്മൾ തയ്ക്കാൻ പോണത്. ഇതെല്ലാം കറക്റ്റ് വരയ്ക്കുക.
ഓക്കെ, ഇനി ഇത് നമുക്കിത് ഈ ടക്ക് വരെയും ഇത് ഇങ്ങനെ ഇതും ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയും നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് വെട്ടി തുണിയിൽ വെട്ടിയിട്ട് ഞാൻ തയ്ച്ച് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ തയ്യത്തുമ്പ് ഇങ്ങനെ പരത്തി പ്രസ് ചെയ്ത് നല്ല പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനത്തെ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മര്യാദയ്ക്ക് ഇരിക്കും. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇത് നമുക്കിതിപ്പോൾ അധികം ഹൈറ്റായിട്ട് തോന്നിക്കുന്നില്ലെങ്കിൽ കാരണം അത് വേസ്റ്റിൻ്റെ അവിടുത്തെ അളവെന്ന് പറയണത് 1.5 ഇഞ്ചാണ്. അപ്പോൾ അധികം ഹൈറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ അളവെന്ന് പറയണത് 1.5 ഇഞ്ചാണ് ഇതും തമ്മിൽ. അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഇത് ഒതുങ്ങിയാണെങ്കിൽ ഈ നമ്മുടെ ഈ അളവെന്ന് പറയണത് കൂടി വരും. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ, എന്നാലും ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ ഇടാനായിട്ടുള്ള ഇത് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.